എന്ന ഗുരുനാഥനോട് പുരുഷസ്യേഹ യത്കാര്യം മ്രിയമാണസ്യ സർവഥ, മൃത്യു കൂടെ ചരിക്കുന്നതായ ഒരു മർത്യൻ്റെ കർത്തവ്യമെന്ത് എന്ന് ആ പരീക്ഷിത്ത് ചോദിക്കുന്നതും പരീക്ഷത്തിൻ്റെ ചോദ്യത്തെ അനുമോദിച്ചുകൊണ്ട് ഈ കർണപുടങ്ങളിൽ കൂടി ഭഗവാന്റെ കഥകളെ അങ്ങ് വേണ്ടതുപോലെ സ്വീകരിക്കൂ. ഭഗവാൻ ആദിനാരായണൻ ശ്രീപത്മനാഭൻ ബ്രഹ്മാവിന് ചതുശ്ലോകീ രൂപത്തിൽ കൊടുത്ത ശ്രീമദ് ഭാഗവതത്തെ വ്യാസമഹർഷി 10 ലക്ഷണങ്ങളോടുകൂടി മഹാപുരാണമാക്കി ചമച്ചു. ആ ശ്രീമദ് ഭാഗവതം എന്ന മഹാപുരാണത്തിലെ സൃഷ്ടിക്രിയകളെ പറയുന്ന തൃതീയ സ്കന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹരിദ്വാർ എന്ന പുണ്യഭൂമിയിലെ മൈത്രേയ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എത്തിയ കൗരവശ്രേഷ്ഠനായ വിദുരൻ എന്ന പരമഭക്തൻ ആ മൈത്രേയ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് പലവിധ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ലോകം അലയുന്നു എന്നും ആ സുഖത്തിന് വേണ്ടിയിട്ട് എത്ര മെനക്കെട്ടിട്ടും സുഖം കിട്ടുന്നില്ല, ദുഃഖത്തിന് ആരും ആഗ്രഹിക്കുന്നില്ല, എന്നിട്ടും ദുഃഖം വന്നു ചേരുകയും ചെയ്യുന്നു. എന്താ ഈ ലോകത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് ആ വിദുരനോട് മൈത്രേയ മഹർഷി പറയുന്നത്, ഹേ വിദുര, ലോകം അതിനെക്കുറിച്ച് വേവലാതി പിടിക്കാൻ തുടങ്ങിയാൽ വലിയ ബുദ്ധിമുട്ടാണ്. ശരിക്കും ലോകം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതല്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും സംസ്കാരത്തിനനുസരിച്ച്, കർമ്മവാസനയ്ക്കനുസരിച്ച്, സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ സൃഷ്ടിക്കുന്നതാണ് നമ്മുടെ ലോകം. നമ്മൾ ഓരോരുത്തരുടെയും ലോകം വ്യത്യസ്തമാണ് അല്ലേ? നമ്മളുടെ ആദ്യത്തെ ഒരു ഭാഷയിൽ ലോകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാണുന്നതാണ് ലോകം. എന്നാൽ ഇതല്ല അല്ലേ, നമ്മുടെ ഉൾക്കണ്ണില് നമ്മളുടെ വീക്ഷണമാണ് യഥാർത്ഥത്തിൽ ലോകം എന്ന് പറയുന്നത്. പരീക്ഷാ സമയത്ത് പുസ്തകം മുമ്പിൽ വെച്ച് മുകളിലേക്ക് നോക്കിയിരിക്കുന്ന മക്കളോട് നമ്മൾ പറയാറില്ലേ, നീ ഏത് ലോകത്താണെന്ന്? അപ്പോ അതാണ് ലോകം. നമ്മളുടെ സംസ്കാരത്തിനനുസരിച്ച് നമ്മൾ വീക്ഷിക്കുന്നതാണ് ലോകം. ഒരേ വസ്തുവിനെ തന്നെ എല്ലാവരും ഒരേ ഭാവത്തിൽ കാണണമെന്നില്ല. ഒരേ കാര്യം തന്നെ എല്ലാവരും ഒരേ തരത്തിൽ ചിന്തിക്കണമെന്നില്ല. അപ്പോൾ ഓരോരുത്തരുടെയും ലോകവും ഓരോരുത്തരുടെയും ചിന്തകളും വ്യത്യസ്തമാണ്. അത്തരത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന ഈ ലോകം ഒരുപോലെ നീങ്ങണം എന്ന് നമ്മൾ ശഠിച്ചിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താ? ഈ ലോകത്തെക്കുറിച്ചിട്ടുള്ള ടെൻഷൻ നമ്മളെ ബാധിക്കാണ്ടിരിക്കാൻ ഒരു വഴി, ലോകം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കല അല്ലേ? മായാജാലം, മാജിക്ക് നമ്മളെ ബാധിക്കാണ്ടിരിക്കാനുള്ള ഒരു വഴി നമ്മൾ മാജിക്ക് പഠിക്കല. മായാജാലത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ പിന്നെ നമുക്ക് ഒരിക്കലും അതിൽ അത്ഭുതം തോന്നില്ല അല്ലേ? സ്റ്റേജിലിരിക്കുന്ന പെൺകുട്ടിയെ തൻ്റെ മന്ത്രവടി കൊണ്ട് ഒരു മാജീഷ്യൻ അപ്രത്യക്ഷനാക്കുമ്പോൾ നമ്മളൊക്കെ അത്ഭുതപ്പെടാറുണ്ട്. ഇത്ര സമയം ആ കസേരയിലിരുന്ന പെൺകുട്ടി എത്ര പെട്ടെന്നാ മാഞ്ഞത്, ഇവളെങ്ങനെയാ എവിടെയാ പോയത് എന്ന് നമ്മൾ ആ പെൺകുട്ടി എവിടെ പോയി എന്ന് ടെൻഷൻ അടിക്കുമ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് ഈ മാജീഷ്യൻ്റെ ഒപ്പം ആര്? ഈ പെൺകുട്ടിയുടെ സ്വന്തം അച്ഛൻ. അയാൾക്ക് ഒരു ടെൻഷനും ഇല്ല മകളെ കാണാഞ്ഞിട്ടും. കാരണം എന്താ? അയാൾക്കറിയാം എന്ത്, ഇതൊരു മായാജാലം മാത്രം. തൻ്റെ മകളിപ്പോ സ്റ്റേജിന്റെ പിറകിൽ പോയി ഇരിക്കുന്നുണ്ട്. ഇതറിയണത് കൊണ്ട് ആ അച്ഛനെ ടെൻഷൻ ബാധിച്ചില്ല. ഇതുപോലെ ലോകം എന്നുള്ളതായ ഈ വേവലാതി, ലൗകികമായ പ്രാരബ്ധം നമ്മളെ ബാധിക്കാണ്ടിരിക്കാനുള്ള ഒരു മാർഗം ഈ ലോകത്തെക്കുറിച്ചൊന്ന് പഠിക്കലാണ് എന്ന് പറഞ്ഞ് ഭഗവാൻ ആദിനാരായണൻ ശ്രീപത്മനാഭന്റെ നാഭീകമലത്തിൽ ഉദിച്ചതായ ബ്രഹ്മാവ്, ആ ബ്രഹ്മാവ് സൃഷ്ടി ചെയ്യാനായിട്ട് ഭഗവാന്റെ ആജ്ഞയെ സ്വീകരിച്ച് പുറപ്പെടുന്നു. അത്തരത്തിൽ ബ്രഹ്മാവ് സൃഷ്ടിക്കാൻ പുറപ്പെടുമ്പോൾ ബ്രഹ്മാവ് ആദ്യം ഭഗവാനോട് പറയുന്നൊരു കാര്യമുണ്ട്. ഭഗവാനെ, ഈ സൃഷ്ടി വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം സൃഷ്ടിയിൽപ്പെട്ട വസ്തുക്കളുമായിട്ടുള്ള ബന്ധം അത് എന്നെ ബാധിക്കും അല്ലേ? നമുക്ക് എൻ്റേത്, ഞാൻ എന്ന് ആരോടൊക്കെ ബന്ധമുണ്ടോ അവരുടെയൊക്കെ സുഖദുഃഖങ്ങൾ നമ്മളെ ബാധിക്കാറുണ്ട് അല്ലേ? ഇന്നലെ വരെ ഒരു പരിചയവുമില്ലാത്ത ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചപ്പോൾ എൻ്റെ ഭാര്യയായപ്പോൾ എന്തായി? ഇപ്പോൾ അവളുടെ സുഖവും അവളുടെ ദുഃഖവും എന്നെ ബാധിക്കണില്ലേ അല്ലേ? കല്യാണം കഴിയണതുവരെ അമ്പലത്തിൽ പോയാൽ ഒറ്റ പുഷ്പാഞ്ജലി ചെയ്താൽ മതിയായിരുന്നു. കല്യാണം കഴിഞ്ഞ് പിന്നെ ആരെങ്കിലും ഒറ്റ പുഷ്പാഞ്ജലി ചെയ്യാറുണ്ടോ? ഇല്ല.
ഭാര്യയുടെ പേരിലും കൂടി ഒരു പുഷ്പാഞ്ജലി. കാരണം അതിന് സുഖമുണ്ടെങ്കിൽ എനിക്ക് സുഖമുള്ളൂ. മക്കളുണ്ടായപ്പോൾ മക്കളുടെ പേരിലും പുഷ്പാഞ്ജലി. എന്തേ? അവർക്ക് സുഖമുണ്ടെങ്കിൽ എനിക്ക് സുഖമുള്ളൂ. അപ്പോൾ എന്നിൽ നിന്നുണ്ടാകുന്നതായ സകല വസ്തുക്കളുടെയും സുഖദുഃഖങ്ങൾ എൻ്റെ ഉത്തരവാദിത്വമായി എന്നെ ബാധിക്കുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുന്നതായ എനിക്ക് പ്രപഞ്ചത്തിൻ്റെ ദുഃഖം ബാധിക്കാണ്ടിരിക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് സൃഷ്ടി ചെയ്യുകയും വേണം, എന്നാൽ സൃഷ്ടിയുമായിട്ടുള്ള ബന്ധം ഇല്ലാണ്ടിരിക്കണം, അതിനെന്താ വഴി എന്ന് ചോദിച്ചപ്പോഴാണ് പരമമായ ജ്ഞാനത്തെ ബ്രഹ്മാവിന് ചതുശ്ലോകീ ഭാഗവതം എന്ന ഭാവത്തിൽ ഭഗവാൻ പത്മനാഭസ്വാമി ഉപദേശിക്കുന്നത്. ശ്രീരാമകൃഷ്ണ പരമഹംസര് വളരെ ലളിതമായിട്ടൊരു ഉദാഹരണം പറയും. അല്ലേ, ചക്ക മുറിക്കാൻ പോകുമ്പോൾ കയ്യിൽ അല്പം എണ്ണ പരട്ടിയിട്ടാണ് മുറിക്കണത് എന്നുണ്ടെങ്കിൽ ചക്ക മുറിക്കാം, ചക്കച്ചുള്ള തിന്നാം, എന്തുണ്ടാവില്ല? കയ്യിൽ ആ ഒട്ടലുണ്ടാവില്ല. ഇതുപോലെ ഈ ലോകത്തിൽ എങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചാലും ലോകം നമ്മളെ ബാധിക്കാതെ ഇരിക്കാൻ ഈ പരമഭക്തി, പരമജ്ഞാനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു തരത്തിലും ദുഃഖങ്ങൾ ബാധിക്കില്ല എന്നല്ല, പക്ഷെ ആ ദുഃഖങ്ങളിൽ തളരാതെ നമുക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിക്കും എന്ന് അവിടെ ഓർമ്മിപ്പിച്ചു. അങ്ങനെ ബ്രഹ്മാവ് സൃഷ്ടി ആരംഭിക്കുന്നു. പല വിധത്തിലുള്ളതായ സൃഷ്ടികൾ ചെയ്തുകൊണ്ടിരിക്കെ ബ്രഹ്മാവിൻ്റെ ആ സാത്വിക ഭാവത്തിൽ നിന്ന് സനകാദികളും താമസഭാവത്തിൽ നിന്ന് ശ്രീരുദ്രനും ഉണ്ടായി. പിന്നീട് മരീചി, അത്രി, അങ്കിരസ്, പുലസ്തൻ, പുലഹൻ, ക്രതു, ഭൃഗു, വസിഷ്ഠൻ, ദക്ഷൻ തുടങ്ങിയിട്ടുള്ളതായ പ്രജാപതികളുണ്ടായി. ബ്രഹ്മാവ് ആയുർവേദം, ധനുർവേദം, ഗാന്ധർവവേദം തുടങ്ങിയ ഉപവേദങ്ങളെ സൃഷ്ടിച്ചു. അഗ്നിഷ്ടോമം, അതിരാത്രം തുടങ്ങിയതായ യാഗങ്ങളെ സൃഷ്ടിച്ചു. ഗായത്രി, ഉഷ്ണിക്ക്, അനുഷ്ടുപ്പ് തുടങ്ങിയതായ ഛന്ദസ്സുകളെ സൃഷ്ടിച്ചു. ഇങ്ങനെ ബ്രഹ്മാവ് പലവിധത്തിലുള്ളതായ സൃഷ്ടികളെ കൊണ്ട് ഈ ലോകത്തെ ഇതാ നിറച്ചു. ഒടുവിൽ ആദ്യ പുരുഷനായി സ്വയംഭൂമനുവിനെയും ആദ്യ സ്ത്രീയായിട്ട് ശതരൂപയെയും സൃഷ്ടിച്ചു ബ്രഹ്മാവ്. അവരോട് ഭൂമിയിൽ ചെന്ന് ദാമ്പത്യധർമ്മം അനുഷ്ഠിക്കാനും ആ ദമ്പതീധർമ്മത്തിൽ കൂടി പ്രജകളെ വർദ്ധിപ്പിക്കാനുമായിട്ട് ബ്രഹ്മാവ് ആജ്ഞാപിച്ചു. തത്പ്രകാരം ബ്രഹ്മാവിൻ്റെ മുൻപിൽ നമസ്കരിച്ച് ആ ദമ്പതിമാര് ശതരൂപയും സ്വയംഭൂവമനുവും ഭൂമിയെ അന്വേഷിച്ച് പുറപ്പെടുന്നു. എന്നാൽ ഭൂമിയെ കാണാനില്ല എന്നുള്ള വാർത്തയാണ് അവർക്ക് കിട്ടിയത്. ബ്രഹ്മാവിനോട് ചെന്ന് പറഞ്ഞു, സൃഷ്ടി ചെയ്യണമെങ്കിൽ ഭൂമിയെ കാണാനില്ലല്ലോ. ബ്രഹ്മാവിന് വല്ലാത്ത സങ്കടമായി. ബ്രഹ്മാവ് എന്ത് ചെയ്തു? ഹൃദയത്തിൽ ഭഗവാനെ ഒന്ന് ധ്യാനിച്ചു. ഭഗവാനെ, അങ്ങാണല്ലോ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആള്. അതുകൊണ്ട് ഈ ഭൂമിയെ ഉദ്ധരിക്കാനുള്ള മാർഗം എന്ത്? ഹിരണ്യാക്ഷൻ എന്ന പേരായിട്ടുള്ള ഒരു അസുരൻ ഭൂമിയെ രസാതലത്തിലേക്ക് ആഴ്ത്തിവെച്ചിരിക്കുകയാണല്ലോ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചപ്പോഴാണ് ബ്രഹ്മാവിൻ്റെ നാസികാദ്വാരത്തിൽ നിന്ന് ഭഗവാൻ സാക്ഷാൽ വരാഹമൂർത്തിയായിട്ട് അവതരിക്കുന്നത്. ചെറിയൊരു പന്നിക്കുട്ടിയായിട്ടാണ് പുറത്തേക്ക് ചാടിയത് എന്നുണ്ടെങ്കിലും വളരെ നിമിഷം കൊണ്ട് ആ ഭഗവാൻ മഹാവരാഹമൂർത്തിയായി അദ്ഭുത ഭാവത്തിൽ എങ്ങനെ വളർന്നു. തൻ്റെ ഘ്രാണശക്തി കൊണ്ട് രസാതലത്തിലേക്ക് ആഴ്ത്തിവെച്ചതായ ഭൂമിയെ ഒറ്റത്തേറ്റ കൊണ്ട് കുത്തി ഉയർത്തി സ്വസ്ഥാനത്തേക്ക് വരാഹമൂർത്തി സ്ഥാപിച്ചപ്പോൾ ബ്രഹ്മാദിദേവന്മാര്, ഇന്ദ്രാദിദേവന്മാര്, ഋഷീശ്വരന്മാരൊക്കെ ഭഗവാനെ വിദ്യാഗുരുവായി, ജ്ഞാനഗുരുവായി, യജ്ഞസ്വരൂപനായിട്ട് വേണ്ടും വിധം സ്തുതിച്ചു. അവരുടെ എല്ലാം സ്തുതികളെ കേട്ട് ഭഗവാൻ അവരെ അനുഗ്രഹിക്കുന്ന സമയത്താണ് ഒരാൾ മാത്രം ഭഗവാനെ കാട്ടുപന്നി എന്ന് സംബോധന ചെയ്തു. എല്ലാവരും തന്നെ ഭഗവാനെ ഭഗവാനെ എന്ന് വിളിക്കുമ്പോൾ ഒരുത്തൻ മാത്രം കാട്ടുപന്നി എന്ന് വിളിച്ചപ്പോൾ ഭഗവാൻ കാട്ടുപന്നി എന്ന് വിളിച്ച ആളെ ഒന്ന് ശ്രദ്ധിച്ചു. ആരാ അത്? ഹിരണ്യാക്ഷൻ. ഈ ഒരു സമയത്താണ് കഥ കേൾക്കുന്ന വിതുരൻ ഒരു സംശയം ചോദിച്ചത്. എന്താ ഈ ഹിരണ്യാക്ഷന് ഭഗവാനോട് ഇത്ര ദേഷ്യം? അല്ല, ഈ ഹിരണ്യാക്ഷൻ ഒരു സഹോദരനുണ്ടല്ലോ. ആര്? ഹിരണ്യകശിപു. ഇവർക്ക് രണ്ടാൾക്കാർക്കും മഹാവിഷ്ണുവിനോട് എന്താണ് വിരോധം? അല്ലേ? എൻ്റെ അറിവില് മഹാവിഷ്ണു ഇവരോട് ഒരു ഉപദ്രവവും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ എന്താ അറിയില്ല, ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവിനും വിഷ്ണുവിനെ ചിന്തിച്ചാൽ, നാരായണ എന്ന് കേട്ടാൽ അപ്പൊ ദേഷ്യം വരും. അല്ലേ? നമ്മൾ പോലും ചിലപ്പോൾ പറയാറില്ലേ,
നമുക്കൊരു പരിചയമില്ലാത്ത ആളായിരിക്കും, എന്നാലും നമ്മൾ പറയും എനിക്ക് അയാൾ ഇഷ്ടമല്ല. എന്താ കാരണം? ഒന്നും എനിക്കറിയില്ല, എനിക്ക് അയാൾ ഇഷ്ടമല്ല, അല്ലേ? ഇങ്ങനെ ഈ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവിനും വിഷ്ണുവിനോട് ഈ വിരോധം വരാൻ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോഴാണ് ഹിരണ്യാക്ഷ ഹിരണ്യകശിപുക്കളുടെ ജന്മകാരണത്തെ പിന്നീട് വർണ്ണിക്കുന്നത്. കശ്യപ പ്രജാപതി എന്ന താപസശ്രേഷ്ഠന്റെ ഭാര്യമാരിൽ പ്രധാന പത്നീപദത്തെ അലങ്കരിച്ച ആൾക്കാരാണ് ദിതിദേവിയും അദിതിദേവിയും. ഇതിൽ ദിതി എന്ന ഭാര്യയുടെ ഉള്ളിൽ ആസുരിക സ്വഭാവമായിരുന്നു അധികം. അതുകൊണ്ട് തന്നെ അതിലുണ്ടാകുന്ന മക്കളൊക്കെ അസുരന്മാരായി തീർന്നു എന്നാണ്. ഇവിടെ ഈ ദിതിദേവി ഒരിക്കൽ സന്ധ്യാസമയത്ത് കശ്യപ പ്രജാപതി എന്ന തൻ്റെ പതിയുടെ അടുത്ത് ചെന്ന് സന്താനോൽപാദനം ചെയ്യണം എന്ന് അറിയിക്കുന്നു. പുത്രോൽപാദനത്തിനു വേണ്ടി ദാമ്പത്യബന്ധത്തിൽ ഏർപ്പെടണം എന്ന് സന്ധ്യാസമയത്ത് ദിതിദേവി പറഞ്ഞപ്പോൾ കശ്യപ പ്രജാപതി പറഞ്ഞു, ഹേ ദിതി, ഇത് സന്ധ്യാസമയമാണ്. സ്വതവേ സന്ധ്യാസമയം നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചു വളരെ പ്രത്യേകതയുള്ളതാണ്, അല്ലേ? അതുകൊണ്ട് സന്ധ്യാസമയത്ത് ഈശ്വര ചിന്തയാണ് ഏറ്റവും അധികം വേണ്ടത്. അങ്ങനെ സന്ധ്യാസമയത്ത് ഭഗവത് ചിന്തയുണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ് പണ്ടുള്ള കാരണവന്മാര് പറഞ്ഞത് സന്ധ്യാ സർവത്ര വർജയിൽ. സന്ധ്യാസമയത്ത് എല്ലാം മാറ്റിവെക്കൂ, അല്ലേ? സന്ധ്യാസമയത്ത് എല്ലാം മാറ്റിവെക്കൂ. എല്ലാം മാറ്റിവെക്കൂ എന്ന് കേട്ടാൽ നമ്മൾ ആദ്യം നാമം ജപം ഒന്ന് മാറ്റിവെക്കും. കാരണം നമുക്ക് മാറ്റിവെക്കാൻ സൗകര്യം ഭഗവാന്റെ കാര്യമാണ്, അല്ലേ? നാളെ ഇപ്പോൾ ഒരു കല്യാണമുണ്ട്, ഭാഗവത സപ്താഹമുണ്ട്. ഏതാ മാറ്റിവെക്കുക? ഒരു സംശയമില്ല, നമ്മൾ സപ്താഹേ മാറ്റിവെക്കുള്ളൂ. അപ്പോൾ നമുക്ക് മാറ്റിവെക്കാൻ സൗകര്യം, നമുക്ക് ചുരുക്കാൻ സൗകര്യം ഒക്കെ ഭഗവാന്റെ കാര്യമാണ്. നമ്മുടെ കാര്യമൊന്നും നമ്മൾ മാറ്റിവെക്കില്ല. എന്നാൽ സന്ധ്യാസമയം വളരെ വളരെ പ്രത്യേകതയുള്ളതാണ്. സന്ധ്യാദീപം കൊളുത്തി സന്ധ്യാനാമം ജപിച്ച് സന്ധ്യയ്ക്ക് ഈശ്വരനെ സ്മരിക്കുക. എന്താ ഇത്ര പ്രാധാന്യം എന്നാണെങ്കിൽ, എപ്രകാരമാണോ കിഴക്ക് ഭാഗത്ത് സൂര്യൻ ഉദിച്ച് മധ്യാഹ്ന സൂര്യനായി പ്രകാശിച്ച് സായാഹ്ന സൂര്യനായിട്ട് ഒടുവിൽ അസ്തമിക്കുന്നത്, അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും, അല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കിയാൽ സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ജീവിതം, അല്ലേ? ഉദിക്കുന്ന സമയത്ത് എന്തൊരു സന്തോഷമായിരുന്നു എല്ലാവർക്കും. എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ഒരു ദിവസം ജനിച്ചത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് 10 മണി 12 മണിയൊക്കെ ആവണ സൂര്യനെ പോലെ അതിഗംഭീരമായി ജ്വലിച്ചു. പിന്നെ ജീവിത സായാഹ്നം എന്നാ പറയാം. ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണി കഴിഞ്ഞ സൂര്യനെ പോലെയായി. 60 കഴിഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ അസ്തമിക്കാനുള്ള സമയം ഏകദേശമായി, അല്ലേ? അപ്പൊ ഏകദേശം കിഴക്ക് ഭാഗത്ത് ഉദിച്ച് അസ്തമിക്കുന്ന സൂര്യനെ പോലെ തന്നെയാണ് നമ്മൾ. ഉദയസൂര്യനും അസ്തമന സൂര്യനും ഒരേപോലെയാ കാണാൻ. ഇതുപോലെ നമ്മൾ പറയാറില്ലേ, ചെറിയ കുട്ടികളും വയസ്സായ ആൾക്കാരും ഒരുപോലെയാണ്. ഒരുപോലെ എന്ന് വെച്ചാൽ പല കാര്യത്തിലും അവരൊരുപോലെയാ. രണ്ടാളും നടക്കുന്ന സമയത്ത് തട്ടി വീഴാണ്ട് ശ്രദ്ധിക്കണം. രണ്ടാളും പറഞ്ഞനുസരിക്കില്ല. രണ്ടാൾക്കും നല്ല വാശിയായിരിക്കും, അല്ലേ? അപ്പോ ഈ ജീവിതസന്ധ്യയിൽ നമ്മുടെ അന്ത്യകാലത്ത് നമുക്ക് ഈശ്വര സ്മരണയുണ്ടാകണമെങ്കിൽ ഇന്നുള്ള സന്ധ്യകൾ നമ്മൾ ആ ഈശ്വരനെ ഭംഗിയായി സ്മരിക്കണം. അതുകൊണ്ടാണ് സന്ധ്യാസമയത്ത് ഈശ്വര സ്മരണ വേണം എന്ന് പൂർവികന്മാർ പറഞ്ഞു വെച്ചത്. ഏതായാലും കശ്യപ പ്രജാപതി ദിതിയോട് പറഞ്ഞു, ഈ സന്ധ്യാസമയത്ത് മഹാദേവൻ ശ്മശാനവാസിയായി സഞ്ചരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഹേ ദിതി, സന്ധ്യാസമയത്ത് ദുഷ്പ്രവൃത്തി ചെയ്യാൻ പാടില്ല. അതൊന്നും അനുസരിച്ചില്ല. ഒടുവിൽ ദിതിദേവി കശ്യപനിൽ നിന്നും ആ തേജസ്സിനെ തൻ്റെ ഗർഭത്തിലേക്ക് സ്വീകരിച്ചു, ഗർഭം ധരിച്ചു. എത്രയൊക്കെ പറഞ്ഞിട്ടും ആ ദുഷ്പ്രവൃത്തിയിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കാതിരുന്നതായ ദിതിദേവിയെ കശ്യപ പ്രജാപതി ശപിച്ചു. നിനക്കുണ്ടാകുന്ന മക്കള് ലോകകണ്ടകന്മാരായിട്ട് ദുഷ്ടന്മാരായിട്ട് തീരട്ടെ, ഭഗവാൻ തന്നെ വന്ന് അവരെ വധിക്കാൻ ഇടവരട്ടെ എന്ന് ശപിച്ചു. ആ ദിതിദേവിയുടെ ഗർഭത്തിലേക്ക് വൈകുണ്ഠത്തിൽ നിന്ന് ഭഗവാന്റെ പാരിഷദന്മാരായ ജയവിജയന്മാര് സനകാദികളുടെ ശാപം നിമിത്തം എത്തിച്ചേരുന്ന രംഗമാണ് പിന്നീട് നമുക്ക് ഭാഗവതത്തിൽ കാണാൻ സാധിക്കുക. ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരാണ് സനകാദികള്.
പറയുമ്പോൾ സനകാദികൾ എന്ന് പറയുമെങ്കിലും യഥാർത്ഥത്തിൽ 4 ആൾക്കാരാണ് ഇവര്. സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്നിങ്ങനെ 4 ഋഷീശ്വരന്മാര്. ഋഷീശ്വരന്മാര്, യോഗീശ്വരന്മാര് എന്നൊക്കെ പറയുമെങ്കിലും എപ്പോഴും 5 വയസ്സാണത്ര ഇവർക്ക് പ്രായം. ഹരിശരണമേവം ഹി, ഇവരുടെ മുഖത്ത് നിന്ന് ആകെ വരുന്ന ഒരു വാക്ക് ഹരിശരണം, ഹരിശരണം, ഹരിശരണം. ഇങ്ങനെ സദാസമയവും ഹരിനാമം പാടുന്നതായ ആ സനകാദി യോഗീശ്വരന്മാര്, കണ്ടാൽ 5 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ആ 4 ഋഷീശ്വരന്മാരൊരിക്കൽ വൈകുണ്ഠത്തിലേക്ക് ഭഗവാൻ നാരായണനെ കാണാനായിട്ട് പുറപ്പെട്ടു. പത്മനാഭസ്വാമിയെ തൊഴാനായി വൈകുണ്ഠത്തിലേക്ക് പുറപ്പെട്ടതായ സനകാദികള് വൈകുണ്ഠത്തില് 7 ഗോപുരങ്ങളാണത്രേ ഉള്ളത്. ഭഗവാന്റെ അടുത്തേക്ക് പോകുമ്പോൾ 7 ഗോപുരങ്ങളുണ്ട്. ഈ 7 ഗോപുരങ്ങളിലും ഈ 2 കാവൽക്കാരുണ്ട്, അല്ലേ? നന്ദൻ, സുനന്ദൻ, ചണ്ഡൻ, പ്രചണ്ഡൻ തുടങ്ങിയിട്ടുള്ളതായ 14 കാവൽക്കാര്. ഒരു ഗോപുരത്തിൽ 2 കാവൽക്കാര് വെച്ചു. അങ്ങനെ 6 ഗോപുരങ്ങളും ഈ സനകാദികള് ഒരു ബുദ്ധിമുട്ടും കൂടാതെ കടന്നു. 6 ഗോപുരങ്ങളും സുഖായി കടന്നപ്പോ സനകാദികൾക്ക് തോന്നി, ഇനി ഒരു ഗോപുരം കൂടി കഴിഞ്ഞാൽ ഭഗവാനെ കാണാലോ, ഇനി തൊഴാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുമ്പോഴേക്കും 7ാമത്തെ ഗോപുരത്തിൽ നിൽക്കുന്ന ജയവിജയന്മാര്, അവിടുത്തെ പാർഷദന്മാര് ഈ സനകാദികളെ തടഞ്ഞു. ഇപ്പോ ഭഗവാനെ കാണാൻ സാധിക്കില്ല. ഭഗവാനെ കാണാനുള്ള അതിയായ മോഹത്തോടെ കയറി വന്ന അവരുടെ മുൻപില് പെട്ടെന്ന് ഇങ്ങനെ തടഞ്ഞപ്പോ ആ സനകാദികൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. അവരെന്ത് ചെയ്തു? ഈ ജയവിജയന്മാരെ ശപിച്ചു. ഭഗവൽ പ്രതികൂലശീലഹു, ഭഗവാന്റെ അടുത്തേക്ക് പുറപ്പെട്ട ഞങ്ങളെ നിങ്ങൾ തടഞ്ഞുവല്ലോ, എങ്കിൽ ഇതിന് ഫലമായിട്ട് നിങ്ങൾ 3 ജന്മം ഭൂമിയിൽ ഭഗവാനോട് വിരോധമുള്ളവരായിട്ട് ജനിക്കട്ടെ എന്ന് ശപിച്ചു സനകാദികള്. തന്നിമിത്തമായിട്ടാണ് ഈ ജയവിജയന്മാര് ആദ്യ ജന്മം ഹിരണ്യാക്ഷ ഹിരണ്യകശിപുക്കളായി, 2ാമത്തെ ജന്മം രാവണ കുംഭകർണന്മാരായി, 3ാമത്തെ ജന്മം ശിശുപാല ദന്തവക്ത്രന്മാരായിട്ട് ജനിക്കുന്നത്. ഇവിടെ ഈ ജയവിജയന്മാര് തങ്ങൾ ചെയ്തതായ അപരാധത്തെ ഓർത്ത് വിഷമിച്ചു, പശ്ചാത്തപിച്ചു. കാരണം ഈ കുട്ടികളാണെങ്കിലും ഇവര് യോഗീശ്വരന്മാരാണ്, അവരെ തടഞ്ഞതൊരു അപരാധമായി പോയോ എന്ന് അവര് വിഷമിക്കുമ്പോൾ, ഭഗവാന്റെ പാർഷദന്മാരെ കാണാത്ത മട്ടിൽ കയറിപ്പോയ നമ്മളും തെറ്റ് ചെയ്തില്ലേ എന്ന് സനകാദികൾ വിഷമിക്കുമ്പോൾ അവരെ അന്വേഷിച്ച് ഭഗവാൻ ആ വൈകുണ്ഠത്തിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. പരമഹംസന്മാരായ യോഗീശ്വരന്മാരെ അന്വേഷിച്ചു വരുന്നതായ പൊഞ്ചിലമ്പ് ധരിച്ച ആ തൃപാദങ്ങളോടുകൂടിയ ഭഗവാനെ കണ്ടതും സനകാദികൾ ഭഗവാനെ വീണ് നമസ്കരിച്ചു. വേണ്ടതുപോലെ ആ യോഗീശ്വരന്മാരെ അനുഗ്രഹിച്ചു ഭഗവാൻ പറഞ്ഞയച്ചു. അപ്പോഴേക്കും ഭഗവാന്റെ പാർഷദന്മാരായ ജയവിജയന്മാര് ഭഗവാന്റെ മുൻപിൽ പൊട്ടിക്കരയാൻ തുടങ്ങി. ഭഗവാനെ, എത്രയോ കാലങ്ങളായി ഇടത്തും വലത്തുമായി അങ്ങയെ സേവിച്ച് ഞങ്ങൾക്ക് അങ്ങയെ വിട്ടുപോകാൻ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. ഭൂമിയിൽ പോയി പിറന്നാലും അങ്ങയെ മറക്കാതിരിക്കണം എന്നൊരു മോഹമുണ്ട്. അങ്ങയെ സദാസമയവും ഓർമ്മിക്കാൻ എനിക്ക് സാധിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്നെ മറക്കാതിരിക്കാൻ, എന്നെ കൂടുതൽ ഓർമ്മിക്കാൻ ഞാൻ നിങ്ങൾക്ക് വിദ്വേഷഭക്തിയെ തരാം എന്ന് പറഞ്ഞു. എന്താ വിദ്വേഷഭക്തി എന്ന് പറഞ്ഞാൽ? ശത്രുഭാവത്തിൽ ഭഗവാനെ കാണുക, അല്ലേ? ശത്രുഭാവത്തിൽ ഭഗവാനെ കാണുക. നമ്മുടെ ഉള്ളില് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഭാവം ശത്രുത എന്ന ഭാവമാണത്രേ. അതായത് ഏറ്റവും അധികം നമ്മൾ ഓർമ്മിക്കുന്നത് മിത്രത്തെയാണോ ശത്രുവിനെയാണോ? ഏറ്റവും അധികം നമ്മൾ ഓർമ്മിക്കാം, അല്ലേ? കല്യാണത്തിനൊക്കെ ക്ഷണിക്കാണ്ട ആളെ ചിലപ്പോൾ നമ്മൾ മറന്നു പോവാറുണ്ട്, വിട്ടുപോവാറുണ്ട്. പക്ഷെ ക്ഷണിക്കേണ്ടാത്ത ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അവൻ എന്തായാലും വിളിക്കേണ്ട. അപ്പോൾ ശത്രുത എന്ന ഭാവത്തിന് സ്മരണ അധികമാണ്. നമ്മൾ കൂടുതലും ഓർമ്മിക്കുക ശത്രുക്കളെ ആയിരിക്കും, അല്ലേ? നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോയി, ക്ഷേത്രത്തിനകത്ത് പ്രദക്ഷിണൊക്കെ വെച്ച് നടയിൽ നിന്ന് തൊഴുമ്പോൾ പെട്ടെന്നൊരാൾ നമ്മളെ പിടിച്ചു തള്ളി, ഇവിടെ നിൽക്കാൻ പാടില്ല,
ആ തള്ളിയ ആളെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു. അമ്പലായത് കൊണ്ട് ഞാനൊന്നും പറയണില്ല എന്ന് മനസ്സിൽ പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയി. ഒരാഴ്ച കഴിഞ്ഞ് ആ ക്ഷേത്രത്തിലേക്ക് നമ്മൾ വന്നാൽ, ഗോപുരം കടന്നാൽ നമ്മൾ ആദ്യം ആരെയായിരിക്കും ഓർമ്മിക്കുക? അകത്തിരിക്കണ ഭഗവാനെയാണോ, അല്ല കഴിഞ്ഞ ആഴ്ച പിടിച്ച് തള്ളിയ ആളെയാണോ? ഒരു സംശയമില്ല, നമുക്ക് ആ ക്ഷേത്രത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അയാളെയാ ഓർമ്മ വരിക. കാരണം ശത്രുത എന്ന ഭാവത്തിന് സ്മരണ കൂടുതലാണ്. അത്തരത്തിൽ ഭഗവാനെ ശത്രുഭാവത്തിൽ സ്മരിക്കാനുള്ള ഒരു ഭാവം ഭഗവാൻ തന്നെ ഈ ജയവിജയന്മാർക്ക് നൽകി. ആ ജയവിജയന്മാര് യഥാകാലം ദിതീദേവിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചു. ദിതീദേവി അവർക്ക് ജന്മം നൽകി. ഒരാൾക്ക് ഹിരണ്യാക്ഷൻ എന്നും ഒരാൾക്ക് ഹിരണ്യകശിപു എന്നും പേര് വിളിച്ചു. അവിടെ ഹിരണ്യാക്ഷൻ അച്ഛൻ നൽകിയതായ ഗദയും എടുത്തിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു എന്നാണ്. കശ്യപ പ്രജാപതി മക്കൾക്ക് കളിക്കാൻ കൊടുത്തത് ഗദ, വാള്, കുന്തം ഇതൊക്കെ ആയിരുന്നു എന്നാണ്. അല്ലേ? ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളൊക്കെ കുട്ടികൾക്ക് ഈ തോക്കും ഒക്കെ വാങ്ങിക്കൊടുത്താൽ, പറ്റുമെങ്കിൽ നമ്മളെ തന്നെ വെടിവെക്കാൻ കൂടി പഠിപ്പിച്ചാൽ സൗകര്യമാണ്. അപ്പോ ചെറിയ പ്രായത്തിൽ തന്നെ ഈ കശ്യപ പ്രജാപതി എന്ത് ചെയ്തു? ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവിനും ഒക്കെ ഈ വാളും ഗതിയും ഒക്കെ കളിക്കാൻ കൊടുത്തത്. അതുകൊണ്ട് വലുതാവുമ്പോഴേക്കും അവരുടെ സ്വഭാവവും അതുപോലെ ആയിത്തീർന്നു. അങ്ങനെ ഹിരണ്യാക്ഷൻ ദിഗ്വിജയത്തിനായിട്ട് പുറപ്പെടുന്നതും സാക്ഷാൽ വരാഹമൂർത്തിയെ കണ്ടുമുട്ടുന്നതുമായ രംഗം. രസാതലത്തിൽ നിന്നും ആ ഭൂമിദേവിയെ തൻ്റെ ഒറ്റത്തേറ്റ കൊണ്ട് കുത്തിപ്പൊക്കുന്നതായ ശ്രീവരാഹമൂർത്തിയെ കണ്ട് ഹിരണ്യാക്ഷൻ എടാ കാട്ടുപന്നി എന്നും വിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. ഭഗവാൻ വരാഹമൂർത്തി ഹിരണ്യാക്ഷനോട് അതിഗംഭീരമായ യുദ്ധത്തിൽ ഏർപ്പെടുന്നതും ഒടുവിൽ സന്ധ്യാസമയം കഴിയാറായി എന്നുള്ള അവസ്ഥയെത്തിയപ്പോൾ ഭഗവാൻ വരാഹമൂർത്തി ഹിരണ്യാക്ഷനെ വധിച്ചു എന്ന് വർണ്ണിക്കുന്നതായ രംഗം. ഇവിടെ ഈ ഒരു വരാഹ ചരിതം എന്നുള്ളതായ പ്രകരണം കൊണ്ട് ഭാഗവതം നമുക്ക് തരുന്ന ഉപദേശങ്ങൾ എന്തൊക്കെയാണ് എന്നാണെങ്കിൽ, എന്തിനാ ഭഗവാൻ വരാഹമൂർത്തിയായിട്ട് അവതരിച്ചത്? ഒരു കാട്ടുപന്നിയായിട്ടാണ് ഭഗവാൻ തീർന്നത്. എന്തിനാ കാട്ടുപന്നിയായിട്ട് തീർന്നത് എന്നാണെങ്കിൽ, ഈ ചെളിക്കുണ്ടിലേക്ക് ആഴ്ന്നിരിക്കുന്നതായ ഭൂമിയെ അവിടുന്ന് ഉദ്ധരിക്കണം. അല്ലേ? അപ്പൊ ചെളിക്കുണ്ടിലേക്ക് ഇറങ്ങണമെങ്കിൽ എങ്ങനെയുള്ള വേഷം വേണം? ചെളിക്കുണ്ടിലേക്ക് ഇറങ്ങാൻ പീതാംബരപ്പട്ടും വനമാലയും മയിൽപ്പീലിയും ഒക്കെ ധരിച്ചാൽ ചെളിക്കുണ്ടിൽ ഇറങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ചെളിക്കുണ്ടിൽ ഇറങ്ങണമെങ്കിൽ അതിന് പറ്റിയ വേഷം അത് പന്നിയുടെ വേഷം. അല്ലേ? അപ്പൊ ഭഗവാൻ ഏതൊരു രൂപത്തെയും ഏതൊരു ഭാവത്തെയും സ്വീകരിക്കാൻ സാധിക്കുന്നവനാണ്. പിന്നെ മറ്റൊരു ആശയം എന്താണെന്ന് വെച്ചാൽ, വരാഹമൂർത്തിക്ക് രണ്ട് ഭാവങ്ങളാണ്. ദേവന്മാർക്ക് നോക്കുമ്പോൾ വരാഹമൂർത്തിയായിട്ട് ഭഗവാനായിട്ട് തോന്നി. എന്നാൽ ഹിരണ്യാക്ഷന് നോക്കുമ്പോൾ കാട്ടുപന്നിയായിട്ടാണ് തോന്നിയത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ സാത്വികമാണെങ്കിൽ, സൽക്കർമ്മങ്ങളാണെങ്കിൽ നമുക്ക് ഭഗവാനെ എപ്പോഴും ദർശിക്കാൻ, ഏതിലും ദർശിക്കാനായിട്ട് സാധിക്കും. അല്ല ദുഷ്കർമ്മങ്ങളാണ് നമ്മുടെ ഉള്ളിൽ നിറയണതെന്ന് വെച്ചാൽ ഭഗവാനെ കണ്ടാൽ തന്നെ നമുക്ക് ചിലപ്പോൾ ഭഗവാനായിട്ട് തോന്നില്ല. അല്ലേ? എല്ലാത്തിലും ഭഗവത് ചൈതന്യമുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കാനാണല്ലോ വിഗ്രഹാരാധനകളൊക്കെ. വിശേഷേണ ഗ്രാഹയതി ഇതി വിഗ്രഹ. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പരമചൈതന്യമുണ്ട് എന്ന് നമ്മളെ ബോധിപ്പിക്കാനാണ് ശിലയെപ്പോലും ശിവനാക്കി മാറ്റി നമ്മൾ വിഗ്രഹമായിട്ട് ആരാധിക്കുന്നത്. അപ്പോൾ ഒരു ശിലയ്ക്കകത്ത് ഈശ്വര ചൈതന്യമുണ്ടെങ്കിൽ, ഒരു കല്ലിൻ്റെ ഉള്ളിൽ ഈശ്വരനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മറ്റെല്ലാത്തിലും ഈശ്വരനുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷെ നമുക്ക് അത് സാധിക്കണില്ല കാണാൻ. എന്തുകൊണ്ടാ? നമ്മുടെ കർമ്മം അത്രയ്ക്ക് ശുദ്ധമാവണില്ല എന്നുള്ളത് കൊണ്ടാണ്. അത്രയ്ക്ക് ശുദ്ധമായി കഴിഞ്ഞാലോ യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമ എന്ന അനുഭവത്തിലേക്ക് എത്താൻ സാധിക്കും. എല്ലാത്തിലും ഈശ്വരഭാവത്തെ കാണാനുള്ള ഭാവത്തിലേക്ക് ഉയരാൻ സാധിക്കും. നമുക്കിപ്പോൾ അത്രയൊന്നും പറ്റണില്ല. എല്ലാത്തിലൊന്നും ഈശ്വരനെ കാണാൻ പറ്റണില്ല. ഇപ്പൊ ഭഗവാൻ വിഗ്രഹത്തിൽ അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ട്. അത്രയേ ആയിട്ടുള്ളൂ നമ്മളൊക്കെ.
അല്ലേ? ഭഗവാൻ എല്ലാറ്റിലുണ്ടെന്നൊക്കെ പറയാൻ സൗകര്യമാണ്. ഭഗവാൻ ഇപ്പം നമ്മുടെ മുമ്പിൽ വന്നാൽ തന്നെ നമുക്ക് ഭഗവാനായിട്ട് തോന്നുന്നു എന്നുള്ള കാര്യം സംശയമാണ്, അല്ലേ? സപ്താഹയജ്ഞത്തിന് പോയപ്പോൾ അവിടെ ആചാര്യൻ അതിഗംഭീരായിട്ട് കൃഷ്ണനെ വർണ്ണിക്കുക. മയിൽപ്പീലി ചൂടി, പീതാംബരപ്പട്ടുടുത്ത്, ഗോപിക്കുറി ചാർത്തി, താമരക്കണ്ണുകൾ എന്നൊക്കെ പറഞ്ഞപ്പോ എന്തൊരു ഭംഗിയാ കൃഷ്ണന്. പക്ഷേ രാത്രിയിൽ സപ്താഹമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി, വാതിൽ തുറന്നപ്പോ വീട്ടിനകത്ത് സോഫാ സെറ്റിയിൽ ഒരാള് മയിൽപ്പീലിയൊക്കെ ചൂടിയിട്ട്, അല്ലേ? നമുക്ക് കൃഷ്ണനായിട്ട് തോന്നുന്നു. നമ്മൾ ആദ്യം വിചാരിക്കുക ഏതോ ഒരു കള്ളം കയറിയെന്നാ. അപ്പൊ പറഞ്ഞു വരുന്നത്, ഭഗവാനെ കണ്ടാൽ തന്നെ നമുക്ക് ഭഗവാനായിട്ട് തോന്നുന്നു പറയാൻ പറ്റില്ല. അപ്പോൾ എന്താ ഈ ഒരു കഥയിൽ നിന്ന് ഭാഗവതം നമ്മളോട് അർത്ഥമാക്കണത് എന്നാണെങ്കിൽ, കർമ്മം സാത്വികമാക്കി നല്ല കർമ്മങ്ങളെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈശ്വരഭാവത്തെ എല്ലാത്തിലും കാണാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ഭൂമിയെ ചെളിക്കുണ്ടിൽ നിന്ന് ഉദ്ധരിച്ചു സാക്ഷാൽ വരാഹമൂർത്തി. ഏതാ ഈ ഭൂമി? നമ്മൾ ഓരോരുത്തരുടെയും മനസ്സാണ് ഭൂമി, അല്ലേ? നമ്മുടെ മനസ്സാകുന്നതായ ഭൂമി ചില സമയത്ത് നമ്മുടെ നിയന്ത്രണം വിട്ട്, നമ്മുടെ പിടിവിട്ട് പ്രാരബ്ധത്തിൻ്റെ ദുഃഖത്തിൻ്റെ ചെളിക്കുണ്ടിലേക്ക് താഴ്ന്നു പോവാറുണ്ട്. നമ്മുടെ നിയന്ത്രണത്തിൽ നിർത്തേണ്ടതാണ് മനസ്സ്, പക്ഷെ സാധിക്കില്ല ചിലപ്പോൾ, അല്ലേ? എങ്ങോട്ടാ നമ്മുടെ മനസ്സ് പോവുക? എന്തൊക്കെയാ നമ്മുടെ മനസ്സ് ചിന്തിക്കുക എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ചിലപ്പോൾ നമ്മുടെ മനസ്സുണ്ടല്ലോ വളരെ ഉയർന്ന ചിന്തയിലേക്ക് എത്തും, അല്ലേ? വലിയ വലിയ ധാർമ്മികതയൊക്കെ തോന്നും മനസ്സിൽ. അത് തെറ്റാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അതൊക്കെ മോശമാണ് എന്നൊക്കെ നമ്മുടെ മനസ്സ് ചിന്തിക്കും. പക്ഷെ അടുത്ത നിമിഷം ചിലപ്പോൾ നമ്മുടെ മനസ്സുണ്ടല്ലോ, അയ്യോ പുറത്തു പറയാൻ കൊള്ളില്ല, അത്ര വൃത്തികേടിലേക്ക് നമ്മുടെ മനസ്സ് പോവും. അപ്പോ അത്തരത്തിൽ നമ്മുടെ മനസ്സ് എപ്പോഴാണോ നമ്മുടെ പിടിവിട്ട് ഈ ദുഷിച്ച ചിന്തകളിലേക്ക്, ഈ അഴുക്കിലേക്ക് താഴ്ന്നു പോകുന്നത്, ആ അഴുക്കിൽ നിന്ന്, ആ ദുഷിച്ച ഭാവത്തിൽ നിന്ന് മനസ്സിനെ കരകയറ്റാൻ ആർക്കേ സാധിക്കുള്ളൂ? സാക്ഷാൽ വരാഹമൂർത്തിയായ ഗുരുവായൂരപ്പനെ സാധിക്കുള്ളൂ എന്ന് ഈ ഒരു കഥയിൽ കൂടി ഓർമ്മിപ്പിച്ചു. പിന്നീട് ബ്രഹ്മാവിൻ്റെ മറ്റ് സൃഷ്ടിക്രമങ്ങളെ പാടുന്നതായ സമയത്താണ്, മറ്റുള്ളതായ സൃഷ്ടിക്രമങ്ങളെ പറയുന്ന സമയത്ത് ബ്രഹ്മദേവന്റെ ഓരോ അംഗങ്ങളിൽ നിന്നായിട്ട് ഓരോ വിധത്തിലുള്ള താപസശ്രേഷ്ഠന്മാരുണ്ടായി. വടിത്തട്ടിൽ നിന്ന് നാരദരും, പെരുവിരലിൽ നിന്ന് ദക്ഷനും, മനസ്സിൽ നിന്ന് മരീചിയും, മുഖത്തു നിന്ന് അങ്കിരസും, കണ്ണിൽ നിന്ന് അത്രിയും ഒക്കെ ഉണ്ടായി. അങ്ങനെ ബ്രഹ്മാവിൻ്റെ ഓരോ അംഗങ്ങളിൽ നിന്നുണ്ടായ സൃഷ്ടികളെ പറയുന്ന സമയത്താണ് ബ്രഹ്മദേവന്റെ നിഴലിൽ നിന്നുണ്ടായ താപസശ്രേഷ്ഠനാണ് കർദമ പ്രജാപതി. ഈ കർദമ പ്രജാപതി തൻ്റെ ആശ്രമത്തിൽ വെച്ച് ഭഗവാനെ അനേക കാലം തപസ് ചെയ്തു. ആ തപസ്സിനൊടുവിൽ ഭഗവാൻ നീലമേഘശ്യാമളവർണ്ണനായിട്ട് ഗരുഡാരൂഢനായി കർദമന്റെ മുൻപിലേക്ക് അവതരിച്ചു. ഭഗവാനെ അങ്ങ് കണ്ടതും കർദമ പ്രജാപതി ഭഗവാനെ നമസ്കരിച്ചു. പ്രാരബ്ധത്തിൻ്റെ തീമഴ പെയ്യുമ്പോൾ ഭക്തന്മാർക്ക് കുടയായിത്തീരുന്ന ഭഗവാന്റെ തൃപാദങ്ങളുടെ മാഹാത്മ്യവും മാധുര്യവും ഭംഗിയായി വർണ്ണിച്ച് സ്തുതിച്ചു. സ്തുതിയൊക്കെ കേട്ടപ്പോൾ ഭഗവാന് സന്തോഷമായി. ഭഗവാൻ കർദമ പ്രജാപതിയോട് ചോദിച്ചു, അങ്ങയ്ക്ക് എന്ത് വരമാണ് വേണ്ടത്? എന്താണ് അങ്ങയുടെ ആഗ്രഹം എന്ന് ചോദിച്ചു. ആര്? ഭഗവാൻ. ഭഗവാൻ എന്താണ് അങ്ങയുടെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോ കർദമ പ്രജാപതി ഭഗവാനോട് തുറന്നു പറഞ്ഞു, ഭഗവാനെ എനിക്ക് പല ആഗ്രഹങ്ങളും ഉണ്ട്. അല്ലേ? നമ്മളായിരുന്നു ആ സ്ഥാനത്ത് നിന്നുണ്ടെങ്കിൽ നമ്മളെന്താ പറയുക? നമ്മളെന്താ പറയുക? നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും, എന്ത്, എനിക്കങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല, എനിക്ക് ഒരാഗ്രഹവും ഇല്ല. ഉള്ളിൽ വലിയ ലിസ്റ്റും വെച്ചിട്ടാണ് ഈ കളവ് പറയണത്, അല്ലേ? ഐഹികമായ സുഖത്തിലഹോ കൃഷ്ണ, അയ്യോ എനിക്കൊരു മോഹമില്ലേ എന്നൊക്കെ പാട്ടൊക്കെ പാടും. എന്നിട്ടോ പുറത്തെത്തിയാൽ ലോട്ടറി എടുക്കുകയും ചെയ്യും. അപ്പോൾ പറഞ്ഞു വരുന്നത് മോഹമൊന്നുമില്ല എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും, ഞാനിപ്പോൾ നിങ്ങൾക്കൊക്കെ ഓരോ പേപ്പർ തന്നിട്ട് ഓരോ പേനയും തന്ന് നിങ്ങളുടെ ഉള്ളിലുള്ള മോഹങ്ങളൊക്കെ എഴുതാൻ പറഞ്ഞാൽ, നമ്പർ ഇട്ടിട്ട് എഴുതാൻ പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടാവും? അവസാനിക്കില്ല.
ചിലപ്പോൾ അഡീഷണൽ ഷീറ്റ് ചോദിക്കും നമ്മൾ. എന്താ അറിയോ, ഓരോ മോഹം എഴുതുമ്പോൾ അപ്പം നമുക്ക് തോന്നും ഇതും കൂടി പറഞ്ഞാലോ, ഇതും കൂടി പറഞ്ഞാലോ. അല്ലേ, പണ്ട് ഒരു രാജാവ് ഒരു ഭിക്ഷക്കാരനെ കണ്ടു എന്നാണ് കഥ. അപ്പം ഈ ഭിക്ഷക്കാരൻ ഇങ്ങനെ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുക. 5 റുപ്യ കിട്ടിയാൽ തന്നെ അയാൾക്ക് വലിയ സന്തോഷമാവുന്ന ആളാ. അപ്പം രാജാവ് നോക്കിയപ്പോൾ ഇയാൾക്ക് ഒരു വിഷമം. എന്താ അറിയോ, ഈ ഭിക്ഷക്കാരൻ്റെ കാലിൽ ചെരുപ്പില്ല. അപ്പൊ ഉച്ച സമയത്തൊക്കെ ചെരുപ്പില്ലാത്ത കാലും കൊണ്ട് ഇയാൾ നടക്കേണ്ടത് കണ്ടപ്പോൾ രാജാവിന് തോന്നി നല്ലൊരു ചെരുപ്പ് കൊടുക്കാം. ഭിക്ഷക്കാരനോട് പറഞ്ഞു, നാളെ ഒരു 10 മണിക്ക് കൊട്ടാരത്തിലേക്ക് വന്നോളൂ, ഞാനൊരു ചെരുപ്പ് സമ്മാനമായിട്ട് തരാം. പിറ്റേ ദിവസം ഭിക്ഷക്കാരൻ 10 മണിയൊന്നും ആവാൻ നിന്നില്ല, വളരെ നേരത്തെ തന്നെ കൊട്ടാരത്തിലേക്ക് എത്തി. രാജാവ് ഭിക്ഷക്കാരന് ചെരുപ്പ് കൊടുത്തു. ഇപ്പൊ രാജാവ് ആ ചെരുപ്പ് കൊടുക്കേണ്ടത്, നമ്മളെ പോലെ പഴയതൊന്നും കൊടുക്കില്ല. നല്ല കല്ലൊക്കെ വെച്ചിട്ടുള്ള സുന്ദരമായിട്ടുള്ള 2 ചെരുപ്പുകൾ ഈ ഭിക്ഷക്കാരന് രാജാവ് കൊടുത്തു. നല്ല ചെരുപ്പ് കാലിലിട്ടപ്പോ ഭിക്ഷക്കാരൻ വലിയ സന്തോഷിക്കുന്ന വിചാരിച്ചത് രാജാവ്. പക്ഷേ കാലിൽ ചെരുപ്പം കിട്ടതും ഭിക്ഷക്കാരൻ്റെ മുഖത്തുള്ള സന്തോഷം പോയി. രാജാവ് ചോദിച്ചു, ഇത്ര നല്ല ചെരുപ്പ് കിട്ടിയിട്ട് നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തത്? ചോദിച്ചപ്പോൾ ഭിക്ഷക്കാരൻ പറഞ്ഞു, നല്ല ചെരുപ്പ് കാലിലിട്ടപ്പോഴാണ് ഞാൻ സങ്കടപ്പെടുന്നത്. എന്താ അറിയോ, ഇത്ര നല്ല ചെരുപ്പ് കാലിലുള്ള ഞാൻ ഉടുത്ത വസ്ത്രം നോക്കൂ, മുഷിഞ്ഞ വസ്ത്രം ഇല്ലേ. നല്ല ചെരുപ്പ് കാലിലിട്ടിട്ട് മോശം ഷർട്ട് ഇട്ടാൽ എന്ത് ഭംഗിയുണ്ട്. അപ്പോ എനിക്കിപ്പോ സങ്കടം എന്താ അറിയോ, നല്ലൊരു വസ്ത്രമില്ലല്ലോ എന്നാണ്. അപ്പൊ രാജാവിന് തോന്നി ഒരു വസ്ത്രം കൊടുക്കാം. തൻ്റെ പഴയ ഒരു പട്ടുകുപ്പായം ഭിക്ഷക്കാരന് സമ്മാനമായിട്ട് കൊടുത്തു. പട്ടുകുപ്പായൊക്കെ ഇട്ടാൽ ഇയാൾക്ക് സന്തോഷമാവുന്ന വിചാരിച്ചത്. നോക്കുമ്പോൾ കുപ്പായം ഇട്ടതും ഭിക്ഷക്കാരൻ്റെ മുഖത്ത് കുറച്ചും കൂടി ടെൻഷനായി. ഇപ്പം എന്താ സങ്കടം? അല്ല, ഇത്ര നല്ല ചെരുപ്പും ഇത്ര നല്ല പട്ടുകുപ്പായും ഇട്ട എൻ്റെ കഴുത്തിൽ ആകെ ഒരു കറുത്ത ചരട് മാത്രമേ ഉള്ളൂ, നല്ലൊരു മാലയില്ലാണ്ട് ഞാൻ എങ്ങനെയാ പുറത്തിറങ്ങാം? അപ്പൊ രാജാവിന് തോന്നി, മോഹല്ലേ, സാധിപ്പിക്കാം. തൻ്റെ കഴുത്തിൽ നിന്ന് നല്ലൊരു മുത്തുമാല എടുത്ത് ഈ ഭിക്ഷക്കാരന് കൊടുത്തു. മാലയൊക്കെ ഇട്ടപ്പോൾ സന്തോഷമാവുന്ന വിചാരിച്ചത്. മാല എങ്ങിട്ടതും ഭിക്ഷക്കാരൻ തലയ്ക്ക് കൈ കൊടുത്ത് അവിടെ കരയാൻ തുടങ്ങി. രാജാവ് ചോദിച്ചു, ഇനി എന്താ വേണ്ടത്? അല്ല, ഇത്ര നല്ല മാലയും ഇത്ര നല്ല കുപ്പായവും ഇത്ര നല്ല ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ നടന്നിട്ട് പോവാന്ന് വെച്ചാൽ ഒരു മോശമല്ലേ? എനിക്ക് സ്വന്തമായിട്ടൊരു രഥം ഇല്ല, എനിക്ക് സ്വന്തമായിട്ടൊരു വണ്ടി ഇല്ല. അപ്പൊ രാജാവിന് തോന്നി, ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അതും കൂടി കൊടുക്കാം. രാജാവ് പറഞ്ഞു, എൻ്റെ ഒരു പഴയ രഥമുണ്ട്, നീ എടുത്തോളൂ, ആ രഥം നീ കൊണ്ടുപോയിക്കോളൂ. ഭിക്ഷക്കാരൻ ഓടി ചാടി ആ രഥത്തിൽ കയറി അവിടെ ഇരുന്നു. രാജാവ് വിചാരിച്ചു ഇപ്പം ഇയാൾ പോകുന്ന. നോക്കുമ്പോൾ രഥത്തിലിരുന്നിട്ട് അയാൾ കരയാൻ തുടങ്ങി. രാജാവ് ചോദിച്ചു, ഇനി നിനക്ക് എന്താ വേണ്ടത്? അപ്പൊ പറഞ്ഞു, ഈ രഥവും കൊണ്ട് ഞാൻ പോയാൽ ഇത് എവിടെയാ എൻ്റെ വീട്ടിൽ വയ്ക്കുക? എൻ്റെ വീട് അങ്ങ് കണ്ടിട്ടില്ലല്ലോ, നല്ലൊരു കാർ പോർച്ചും കൂടി ഇല്ലാത്ത വീടാ, എനിക്കൊരു കൊട്ടാരം കൂടി വേണം. അപ്പൊ രാജാവ് ആലോചിച്ചു, ഇയാൾക്ക് ഇതൊക്കെ തോന്നാൻ എന്താ കാരണം? ഒരു ചെരുപ്പ് കൊടുത്തതാ അല്ലേ. ഇന്നലെ വരെ 5 റുപ്യ കിട്ടിയാൽ സന്തോഷിക്കുന്ന ഇയാൾക്ക് ഒരു ചെരുപ്പ് കിട്ടിയത് കൊണ്ട് അടുത്ത മോഹം തോന്നിയത്. രാജാവ് പറഞ്ഞു രഥത്തിന് താഴെ ഇറങ്ങാൻ, എന്നിട്ട് പറഞ്ഞു ആ മാല ഊരാൻ, എന്നിട്ട് പറഞ്ഞു ആ കുപ്പായം മാറ്റാൻ, എന്നിട്ട് പറഞ്ഞു ചെരുപ്പ് ഊരി വെക്കാൻ, എന്നിട്ട് ഒരു 5 റുപ്യ കൊടുത്തിട്ട് പറഞ്ഞു മതി. അപ്പോ പറഞ്ഞു വരുന്നത്, മോഹം എന്നുള്ളതിന് ഒരറ്റമൊന്നുമില്ല അല്ലേ. 99 വയസ്സായ ആളോട് ചോദിക്കുക വല്ല മോഹം ഉണ്ടെന്ന്, നോക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ വലിയ ലിസ്റ്റ് പിന്നെയുണ്ട്. ഇതൊക്കെ ഇനി സാധിക്കുമോ? അടുത്ത ജന്മത്തിൽ പറ്റുവച്ചിട്ട് വെച്ചതാ. അപ്പോ ഇങ്ങനെയുള്ളതായ ഈ ഒരു അവസരത്തിൽ ഭഗവാനോട് കർദമ പ്രജാപതി പറയണത് എന്താ അറിയോ, ഭഗവാനെ ഈ മോഹങ്ങളെ കുറയ്ക്കാൻ വല്ല വഴിയുണ്ടോ? അങ്ങനെയാണ് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം സ്വയംഭൂമനുവിൻ്റെ മകളായ ദേവഹൂതി എന്ന കന്യകയെ കർദമ പ്രജാപതി വിവാഹം ചെയ്യുന്നത്. കർദമ പ്രജാപതിയുടെ അതിസുന്ദരമായ ആശ്രമം അല്ലേ, ശാന്തമായ ആ കർദമ പ്രജാപതിയുടെ ആശ്രമത്തിൽ വെച്ച് സ്വയംഭൂവമനു തൻ്റെ മകളായ ദേവഹൂതിയെ കർദമന് വിവാഹം ചെയ്തു കൊടുക്കുന്നതായ രംഗം വളരെ ഭംഗിയായിട്ട് ആ വിവാഹം കഴിഞ്ഞു. തൻ്റെ പതിയായ കർദമനെ ഭംഗിയായിട്ട് ശുശ്രൂഷിച്ചു ദേവഹൂതി എന്ന ആ പതിവ്രതാരത്നം. എത്രയോ കാലങ്ങൾക്ക് ശേഷം അവർക്ക് പുത്രനായിട്ട് സാക്ഷാൽ ശ്രീനാരായണൻ കപില വാസുദേവൻ എന്ന പേരിൽ ഒരു യോഗീശ്വരന്റെ ലക്ഷണത്തോടെ സാംഖ്യയോഗത്തിന്റെ പരമാചാര്യനായിട്ട് അവതാരം ചെയ്തു.